എഴുത്തുകാരന് ഈ കാലത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇല്ല. എഴുത്തുകാരുടെ പ്രാധാന്യമൊക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കണം. എഴുത്തുകാരെ ആർക്ക് വേണം? വേണ്ടത് മറ്റു പലരെയൊക്കെയാണ്. ഞാൻ അത് തെളിച്ച് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, സമയവും ഇല്ല. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. എഴുത്തുകാർ ഇവിടെ ആർക്കും ആവശ്യമില്ല. എഴുത്തുകാരെ ആർക്ക് വേണം? എഴുത്തുകാരെ എത്ര പേര് വായിക്കുന്നുണ്ട്? ഒരു പുസ്തകം എത്ര പേരെ സ്വാധീനിക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയയിൽ അല്ല എഴുത്തുകാരാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു മറ്റേ ടിപ്പർ ലോറി വിളിക്കേണ്ടി വരും. കാരണം എല്ലാവരും പുസ്തകം തന്ന് കൈ തരികയാണ്. ഈ പുസ്തകം വീട്ടിൽ കൊണ്ടുപോയാൽ എല്ലാവരും എഴുത്തുകാരാണ്, എല്ലാവരും പ്രസാധകരാണ്. അവരവരെ തന്നെയാണ് ഇത് പ്രസാധനം ചെയ്യുന്നത്. തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ കയ്യിൽ ഒരു 25 പുസ്തകമെങ്കിലും നമ്മുടെ കയ്യിൽ എത്തും. പിറ്റേന്ന് രാവിലെ വിളി വരും, വായിച്ചോ. ഇത് ഒരു രാത്രി കൊണ്ട് 25 പുസ്തകം വായിക്കുകയല്ലേ നമ്മൾ. അതിൽ അവനവൻ സ്വയം പ്രകാശിപ്പിക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യമായി മാറും. അത് അങ്ങനെയാണ് എഴുത്തുകാർ ഇല്ലാതെയാവുന്നത്. എല്ലാവരും എഴുത്തുകാരാവുന്നു, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കവികളാവുന്നു. ഇതിൽ നല്ലതേത് ചീത്തയേത് എന്ന് ആരും നിർണ്ണയിക്കുന്നുമില്ല. ഇതിൻ്റെ കവറൊന്ന് പ്രകാശനം ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരം എല്ലാ ദിവസവും എഴുത്തുകാരുടെ വിളി വരും. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും പറഞ്ഞത്. നമ്മൾ ഈ കവർ പുസ്തകം വായിക്കാതെ തന്നെ പ്രകാശനം ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഇതൊരു പൊട്ട പുസ്തകമായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്തം പോലും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പിറ്റേന്ന് നമ്മളിത് പറയേണ്ടി വരും. അവിടെ എഴുത്തുകാർ എന്നുള്ള വർഗം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാതെയാവട്ടെ. പുള്ളി എന്തെഴുതും? മനസ്സിലൊരു നോവലില്ലേ? അതെഴുതും. അതെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വായിക്കാനൊരു തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അല്ലേ? എന്നൊരു വിശ്വാസമൊന്നും എനിക്കില്ല. നമ്മുടെ കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ക്ലാസ് മുറികളൊന്നും ഇപ്പോൾ കുട്ടികളില്ല. ഞാൻ പ്രിൻസിപ്പളായിട്ട് കോളേജിൽ ഇരുന്ന ഒരാളാണ്. അന്ന് ഫിസിക്സിന് ഒരു അഡ്മിഷൻ തരുമോ ഇത്ര രൂപ തരാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തൊക്കെ എത്ര പേര് വന്നിട്ടുണ്ട്. ഇപ്പം 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്താലും ഫിസിക്സിനും കെമിസ്ട്രിക്കും സുവോളജിക്കൊന്നും ആരും വരുന്നില്ല പോലും. ഒഴിവാണ് എല്ലാ ക്ലാസ് മുറികളും. 5 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ കോളേജ് ഒരു ക്ലാസ് മുറിയിലും വിദ്യാർത്ഥികളുണ്ടാവില്ല. എല്ലാവരും വീട് പണയം വെച്ച് പറമ്പ് പണയം വെച്ച് പോവുകയാണ് UK കാനഡയിലേക്കും ഒക്കെ. എൻ്റെ മകളെ ഞാൻ പറഞ്ഞയച്ചു. അവൾ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ കേരളം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം. ഇവിടെ ഒന്ന് അച്ഛനൊന്ന് വാ, എന്നിട്ട് വന്നൊന്ന് കാണുക. ഇതാ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം ഞാൻ കാണിച്ചു തരാം, സംസ്കാരത്തിൻ്റെ രാജ്യം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. 5 വർഷം കഴിഞ്ഞാൽ ഈ വയസ്സന്മാരൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. വൃദ്ധസദനം ആയിരിക്കും ഓരോ വീടും. ഭാര്യ മരിച്ചുപോയാൽ ഭർത്താവ് പോകണം വൃദ്ധസദനത്തിലേക്ക്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ പോകേണ്ടി വരും വൃദ്ധസദനത്തിലേക്ക്. മക്കളുണ്ടാവില്ല. ഒരു മക്കളും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല, പേടിപ്പിക്കുകയല്ല.